സണ്ണി ജോസഫ് എം.എൽ.എ, കേരളത്തിൻ്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം ഈ വേദിയിലുള്ള എല്ലാ ആദരണീയ വ്യക്തികളെയും ഈ സദസ്സിലുള്ള ഗുരുജനങ്ങളെയും സഹോദരന്മാരെയും ഹൃദയപൂർവ്വം ഇവിടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. കഴിഞ്ഞ 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെരുവിൽ അകപ്പെട്ടു പോയ ഒരമ്മയുമായി പ്രവർത്തനം ആരംഭിച്ച ഗാന്ധി ഭവൻ എന്ന പ്രസ്ഥാനം ഇന്ന് 24 അഭയകേന്ദ്രങ്ങൾ, 40 വിദ്യാഭ്യാസ ആരോഗ്യ പരിപാലന, ലഹരി വിരുദ്ധ, അങ്ങനെ നിരവധിയായ സേവനങ്ങൾ, 40 പ്രവർത്തനങ്ങൾ അടക്കം 79 പദ്ധതികൾ ഇന്ന് ഗാന്ധി ഭവൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലൊട്ടാകെ നടന്നു വരികയാണ്. എല്ലാ രംഗത്തും ഇന്ന് ഗാന്ധി ഭവനുണ്ട്. ആ പ്രസ്ഥാനത്തെ മനുഷ്യസ്നേഹികളുടെ സഹകരണം കൊണ്ടും സഹായം കൊണ്ടും പുറത്തുപോയി പണമൊന്നും പിരിക്കാതെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് ഗാന്ധി ഭവൻ. ഗാന്ധി ഭവൻ്റെ നേതൃത്വത്തിൽ ഇന്ന് 1 വർഷം നീണ്ടു നിൽക്കുന്ന 23ാം വാർഷികങ്ങളുടെ ഉദ്ഘാടനം ഈ വേദിയിൽ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗാന്ധി ഭവൻ്റെ തുടക്കകാലം മുതൽ ഗാന്ധി ഭവൻ്റെ സഹോദരൻ സഹയാത്രികനായിരുന്ന പുനലൂരിലെ പ്രശസ്ത സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ, കോളേജ് പ്രൊഫസർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം തുടങ്ങിയ മേഖലകളിൽ സുദീർഘമായ സേവനമനുഷ്ഠിച്ച പ്രൊഫസർ ഡി ശശീന്ദ്രൻ സാർ അകാലത്തിൽ പൊലിഞ്ഞു പോയ അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഗാന്ധി ഭവൻ ഡി ശശീന്ദ്രൻ പുരസ്കാരം, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഗാന്ധി ഭവനുമാണ് അത് ചേർന്ന് നടപ്പിലാക്കുന്നത്. ആ പുരസ്കാരദാനവും ഈ വേദിയിൽ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗാന്ധി ഭവൻ്റെ നേതൃത്വത്തിൽ തിയേറ്റർ ഇന്ത്യ എന്നൊരു നാടക സമിതിയുണ്ട്. ആദ്യ നാടകം നവോത്ഥാനം, അത് മതേതര കാഴ്ചപ്പാടായിരുന്നു. രണ്ടാമത് നാടകം യാത്ര, അത് ലഹരിക്കെതിരെയായിരുന്നു. മൂന്നാമത് നാടകം, അത് വളരെ സാഹസികമായ ഒരു രൂപപ്പെടുത്തലാണ്. ഗാന്ധി സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയുടെ ജീവിതവും ആദ്യമായിട്ടാണ് ഒരു നാടകവേദിയിലെത്തുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി, അശാന്ത പരിശ്രമത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട നാടകം, അത് ഈ നാടിന് സമർപ്പിക്കുന്ന ഒരു സമർപ്പണ ചടങ്ങ് കൂടി ഇവിടെ നടക്കുകയാണ്. ഈ 3 ചടങ്ങുകളും നടക്കുമ്പോൾ ഈ അവാർഡ് ദാനം, പ്രൊഫസർ ഡി ശശീന്ദ്രൻ സാറിൻ്റെ പേരിലുള്ള അവാർഡ്, ഈ അവാർഡ് സ്വീകരിക്കുന്നത്, അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് KSFയുടെ ഇപ്പോഴത്തെ ചെയർമാൻ കെ വരദരാജൻ അവർകളാണ്. അദ്ദേഹം വലിയ സേവന പ്രവർത്തനങ്ങളുടെ മഹത്വമാണ്. സർവീസിലെ ഏറ്റവും മികച്ച സർവീസ് ഉദ്യോഗസ്ഥൻ, ഏറ്റവും മികച്ച ട്രേഡ് യൂണിയൻ നേതാവ്, അതിലെല്ലാം ഉപരി സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിസ്തുലമായ സേവനമാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. അതിനുശേഷം കേരളത്തിൻ്റെ ശ്രീ പിണറായി സർക്കാർ എത്തിയപ്പോൾ നോർക്കയുടെ വൈസ് ചെയർമാനായ അദ്ദേഹം എത്തി. വളരെ വ്യാപകമായ നോർക്കയുടെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കുകയും പ്രവാസികൾക്ക് അനുഗുണമായ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനുശേഷം KSFയുടെ ചെയർമാനായ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം KSFയെ കേരളത്തിൻ്റെ സർക്കാർ തലത്തിലുള്ള ഏറ്റവും വലിയ ഒരു സാമ്പത്തിക പ്രസ്ഥാനമാക്കി അതിനെ മാറ്റി. KSFക്ക് ഇന്നത്തേക്കാളും വലിയ ഒരു വരുമാനമുണ്ടാക്കുകയും ലാഭകരമാക്കുകയും അതിലൂടെ നിരവധിയായ സേവന പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തെ ഈ വർഷം തിരഞ്ഞെടുത്ത് 50,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് ഈ അവാർഡ്. ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ വേദിയിൽ വെച്ച് ബഹുമാനപ്പെട്ട